ഹായ് ഓൾ, നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ചോദ്യത്തിലോട്ട് കടക്കുവാണ്. നമ്മൾ ഹിസ്റ്ററിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, വേദങ്ങളിലേക്ക് മടങ്ങുക. ഇന്ത്യക്കാർക്ക് താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടതാണ് ഈ മുദ്രാവാക്യങ്ങൾ? ആരാണ്? കുറെ പേര് ശരിയുത്തരായിട്ട് വന്നിട്ടുണ്ട്. കുറെ പേര് ശരിയുത്തരാണ് പറഞ്ഞത്. ഏതാണ്? വേദങ്ങളിലേക്ക് മടങ്ങുക, ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞത് ആരുമായിട്ട്, ഏത് സാമൂഹിക നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. ആര്യ സമാജത്തിന്റെ സ്ഥാപകനായിട്ടുള്ള, ആര്യ സമാജം സ്ഥാപിച്ച, ആര്യ സമാജ സ്ഥാപകനായിട്ടുള്ള സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ ബാക്ക് ടു വേദാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകൻ അല്ലെ. അതായത് വേദങ്ങളാണ് യഥാർത്ഥ അറിവിന്റെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ അറിവിന്റെ ഉറവിടങ്ങൾ എന്നും ആ വേദങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ എല്ലാ നന്മയെ കുറിച്ചും തിരിച്ചറിയാൻ സാധിക്കുമെന്നതാണ് അദ്ദേഹം ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത്. രാജാറാം മോഹൻ റോയ് അറിയാലോ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? രാജാറാം മോഹൻ റോയ്. അടുത്തൊന്ന് നോക്കൂ, താഴെ പറയുന്നവയിൽ ആരാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലില് അംഗമായിരുന്ന വ്യക്തി? ആരാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരം. എന്താണ്? കെ പി വള്ളോൻ. കെ പി വള്ളോൻ ആണ് എന്താണ്? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്ന വ്യക്തി. ആരായിരുന്നു? കെ പി വള്ളോൻ ആണ് അല്ലെ. കെ പി വള്ളോൻ ആണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നത്. അപ്പൊ കെ പി വള്ളോനെ യഥാർത്ഥത്തിൽ നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്? അധസ്ഥിതരുടെ അല്ലെങ്കിൽ എന്താ പറയാ, അടിച്ചമർത്തപ്പെട്ട ദളിതന്മാരുടെ അല്ലെങ്കിൽ ദളിത് മുന്നേറ്റങ്ങളിലൂടെയാണ് കെ പി വള്ളോനെ നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെ. കെ പി വള്ളോൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയേ അറിയുകയുള്ളൂ. അത് മാത്രല്ല, അദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലില്, അതായത് MLC-യിൽ അംഗമായതോട് കൂടിയിട്ട് വള്ളോൻ MLC എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇതാണ് MLC എന്നുള്ളത്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അതോടുകൂടി MLC-യിൽ അംഗമായതോട് കൂടിയിട്ട് വെള്ളാൻ MLC എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോ കെ പി വള്ളോനാണ് എന്തുമായി ബന്ധപ്പെട്ടത്? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമായിട്ടുള്ള വ്യക്തി. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് ആരെന്ന് മനസ്സിലായില്ലേ? ആരായിരുന്നു? കെ പി വള്ളോനാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, EV രാമസ്വാമി നായ്ക്കർ പങ്കെടുത്ത കേരളത്തിലെ സമരം ഏതായിരുന്നു? ഏതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം? ഏതാണ്? EV രാമസ്വാമി നായ്ക്കർ പങ്കെടുത്ത കേരളത്തിലെ സമരമാണ് ഏതാണ്? ശരി ഉത്തരം പറഞ്ഞേ. ഓക്കെ, കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം, വൈക്കം സത്യാഗ്രഹം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അതായത് 1924 മാർച്ചിൽ നടന്ന സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അതായത് വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള ആ വഴിയിലൂടെ നടക്കുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തില് പങ്കെടുത്ത വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ അല്ലെങ്കിൽ പെരിയോർ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന സാമൂഹിക നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാല് EV രാമസ്വാമി നായ്ക്കരാണെന്ന് ആൻസർ പറയുക. ഓക്കെ അല്ലേ? EV രാമസ്വാമി നായ്ക്കർ പങ്കെടുത്ത കേരളത്തിലെ സമരം വൈക്കം സത്യാഗ്രഹമായിരുന്നു. വൈക്കം ഹീറോ, പെരിയോർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന സാമൂഹിക നവോത്ഥാന നായകനായിരുന്നു ആര്? EV രാമസ്വാമി നായ്ക്കർ. അതുപോലെ തന്നെ പുരക്ഷി, വിടുതലൈ തുടങ്ങിയ വാരികകളുടെ സ്ഥാപകൻ കൂടിയാണ് EV രാമസ്വാമി നായ്ക്കർ അല്ലെങ്കിൽ പെരിയോർ എന്ന് അറിയപ്പെടുന്ന വ്യക്തി. അടുത്ത ചോദ്യം, ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീഭട്ടാരകൻ എന്നറിയപ്പെട്ടിരുന്നത്? ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീഭട്ടാരകൻ എന്ന് അറിയപ്പെട്ടിരുന്നത്? ആരാണ് ശ്രീഭട്ടാരകൻ?
ഓപ്ഷൻ എ തന്നെയാണ് ശരിയുത്തരം. ചട്ടമ്പി സ്വാമികൾ അല്ലെ. അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്, യഥാർത്ഥ നാമം. കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾ. മാത്രല്ല പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം തുടങ്ങിയവയെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഘട്ടത്തിലെ ഒരു ചോദ്യമായിരുന്നു ഇതല്ലേ. പ്രാചീന മലയാളവും അതുപോലെ തന്നെ വേദാധികാര നിരൂപണവും എല്ലാം ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ അദ്ദേഹത്തിന്റെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ കൃതികളാണ് പ്രാചീന മലയാളവും അതുപോലെ തന്നെ എന്താണ് വേദാധികാര നിരൂപണവും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുവാണേ. അടുത്ത ക്വസ്റ്റ്യൻ, അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? അലിഗഡ് സർവകലാശാല. ആരാണ് അലിഗഡ് സർവകലാശാല സ്ഥാപിച്ചത്? ആരാണ്? സയ്യിദ് അഹമ്മദ് ഖാൻ 1875 എന്ത് സ്ഥാപിക്കുന്നത്? അലിഗഡ് സർവകലാശാല സ്ഥാപിക്കുന്നത് അല്ലെ. ചോദ്യം ഇതാണ്, എവിടെയാണ് അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം? ഓപ്ഷൻ ബി ആണ്. കുറെ പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. പെരിന്തൽമണ്ണയിലാണ് അല്ലെ. സയ്യിദ് അഹമ്മദ് ഖാൻ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെ, സ്ത്രീകളുടെയും പ്രത്യേകിച്ച് എല്ലാവരുടെയും വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച സർവകലാശാലയാണ്. ആദ്യം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന നിലയിലാണ് സ്ഥാപിച്ചത്. പിന്നീടാണ് അത് എന്തായിട്ട് മാറിയത്? അലിഗഡ് സർവകലാശാലയായിട്ട് മാറിയത്. അതിന്റെ കേരളത്തിലെ ആസ്ഥാനമാണ് പെരിന്തൽമണ്ണ. ഓക്കെ, കുറെ പേര് ശരിയുത്തരം പറഞ്ഞു. ഓക്കെ, ഗുഡ്. അടുത്ത ചോദ്യം, സർദാർ വല്ലഭായി പട്ടേലിന്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? ആരാണ്? ഏതാണ് സർദാർ വല്ലഭായി പട്ടേലിന്റെ സഹായിയായ മലയാളി ആരായിരുന്നു? നമ്മള് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പഠിക്കുന്ന സമയത്ത് പഠിച്ച ഒരു പ്രധാനപ്പെട്ട പേരാണിത് അല്ലെ. ഓപ്ഷൻ ബി ആണ്. കുറെ പേര് ശരിയുത്തരം പറഞ്ഞു. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. VP മേനോൻ അല്ലെ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി പങ്കെടുത്ത അല്ലെങ്കിൽ പ്രവർത്തിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണത്? VP മേനോൻ തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുവാണേ. അടുത്ത ചോദ്യം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഏതാണ്? താഴെ പറയുന്നവയിൽ ഏത് സമ്മേളനമാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്നത് രൂപീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തത്, ആവശ്യപ്പെട്ടത്? ഏത് സമ്മേളനമാണ്? ഏതാണ്? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? 1940 ലാഹോർ സമ്മേളനമാണ് അല്ലെ. 1940 മാർച്ച് 22 തുടങ്ങി 24 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ഒരു ലാഹോർ സമ്മേളനം നടന്നത് അല്ലെ. 22 മുതൽ 24 വരെയായിരുന്നു. അതായത് പാകിസ്ഥാൻ എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല എങ്കിൽ കൂടിയും ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? അതായത് മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് പ്രത്യേകിച്ചൊരു സംസ്ഥാനം വേണമെന്നുള്ള അല്ലെങ്കിൽ പ്രത്യേകം ഒരു രാജ്യം രൂപീകരിക്കണം, രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അപ്പൊ ഏത് സമ്മേളനമാണ്? ഇനി മറക്കില്ലല്ലോ. ഏത് സമ്മേളനമായിരുന്നു? 1940 ലാഹോർ സമ്മേളനം. ഓക്കെ അല്ലേ? ഓക്കെ, പഠിച്ചു വെച്ചോളൂ, മറക്കരുത്. 1940 ലാഹോർ സമ്മേളനം. അടുത്തത്, ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? അല്ലെ, സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മേഖലയാണ് ചൗരി ചൗര അല്ലെ. ചൗരി ചൗരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവന ഇതിൽ ഏതാണ്? വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. വേഗം ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് വായിക്കൂ. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നതിൽ ഏതാണ്? ചൗരി ചൗരയുമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. ചൗരി ചൗര നടന്ന വർഷവും സംസ്ഥാനവുമാണ് തെറ്റ്. എപ്പോഴാണ്? 1922
ഫെബ്രുവരി 5 എവിടെയാണ്? ബീഹാറിലാണോ? അല്ല, ഉത്തർപ്രദേശ്, UP-യിലാണ് അല്ലേ? 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര നടന്നത് അല്ലേ? ചൗരി ചൗര അഹിംസ സമരത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ശരിയാണ്. ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ദാരുണ സംഭവമായിരുന്നു ഇത്. ശരിയാണ്. അപ്പൊ ഇതെല്ലാം ശരിയാണ്. ഏതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന? ചൗരി ചൗര നടന്നത് 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലാണ്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അടുത്തത്, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? താഴെ പറയുന്നവരിൽ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം ആരുടേതാണ്? ആരുടേതാണ്? ഓക്കെ, വെരി ഗുഡ്. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത്. ഓപ്ഷൻ സി ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം അല്ലെ? 1-2 തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ആരായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ഭരണാധികാരി? ആരായിരുന്നു? ചാന്നാർ ലഹള നടക്കുമ്പോഴും ഇദ്ദേഹം തന്നെയായിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഇത്രയും ഓപ്ഷൻസ് പറഞ്ഞു, ഇത്രയും ക്ലൂ പറഞ്ഞു. വേഗം ആൻസേഴ്സ് പറഞ്ഞേ. ഓപ്ഷൻ ഡി ആണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ ലഹള നടക്കുമ്പോഴും തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? കുറെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. വേഗം വായിച്ചേ. ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഒന്ന് മനസ്സിലായി, 5 തെങ്ങ് കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണെന്നല്ലേ? ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന അല്ലെ? നോക്കൂ, 1721 ഏപ്രിൽ 15-നാണ് 5 തെങ്ങ് കലാപം നടന്നത്. ആണോ? 1721 ഏത് കലാപമാണ്? ആറ്റിങ്ങൽ കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് ഏത്? 1721 എന്ന് പറയണത് അല്ലേ? നോക്കൂ, അപ്പൊ 5 തെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? 1697-ലാണ് 5 തെങ്ങ് കലാപം നടന്നത്. അപ്പോ 5 തെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. താഴെ നൽകിയിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടുപിടിക്കുക. തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഓക്കെ, ഇതില് വ്യക്തികളെയും അല്ലെങ്കിൽ അവരുടെ കൃതികളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഏതാണ് ഇതിൽ തെറ്റായ ജോഡി? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ശരി ഉത്തരം എത്തിക്കഴിഞ്ഞു. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ മാധവ പണിക്കർ. ഇതാണ് തെറ്റായ ജോഡി അല്ലെ? പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ ആരുടെ കൃതിയാണ്? മുണ്ടക്കയം ഗോപിയുടെ അല്ലെ? മുണ്ടക്കയം ഗോപിയുടെ കൃതിയാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ. ഓക്കെ അല്ലേ? 12ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ ആരുടേതാണ്? മുണ്ടക്കയം ഗോപിയുടേത് ആണ്, മാധവ പണിക്കരുടെ അല്ല ട്ടോ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായ ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല ആവർത്തി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം. ഏതാണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ? ചാന്നാർ ലഹള എന്തിനു വേണ്ടിയിട്ടായിരുന്നു അല്ലെ? അതായത് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു, മുന്നേറ്റമായിരുന്നു. അപ്പൊ അത് എന്ത് പേരിലും കൂടി അറിയപ്പെട്ടിട്ടുണ്ട്? മേൽമുണ്ട് സമരം. 1859-ലാണ് ഈ ഒരു മേൽമുണ്ട് സമരം നടന്നത്. ഓക്കെ, 1859. ചാന്നാർ ലഹള അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ്? മേൽമുണ്ട് സമരം എന്നാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം.
താഴെ തന്നിരിക്കുന്നവയിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതായിരുന്നു? ഏതാണ്? തിരുവിതാംകൂർക്ക് അല്ലെങ്കിൽ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇത്. പറയൂ, ഏതാണ്? വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞു. മലയാളി മെമ്മോറിയൽ ആണ് അല്ലെ? മലയാളി മെമ്മോറിയൽ ആണ് ശരിയായിട്ടുള്ള ആൻസർ. 1891 ജനുവരി മാസത്തിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് അല്ലെ? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഈ ഒരു മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഈ ചോദ്യം? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുവാണേ. അടുത്തത്, കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മുൻ പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യമാണ്. പട്ടാഭി സീതാരാമയ്യയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തി, ചരിത്രകാരൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം, ആദ്യത്തെ സമരമല്ല, ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമായിട്ട് അറിയപ്പെടുന്നത്? ഏതാണ്? കുറെ പേര് ശരിയുത്തരാണ് പറഞ്ഞത്. ശരിയുത്തരാണ്. നിസ്സഹകരണ പ്രസ്ഥാനമാണ് അല്ലെ? 1920 മുതൽ 22 വരെ നടന്ന, 1920 തുടങ്ങിയത്, 22 വരെ ഉണ്ടായിരുന്നു ഇത് അല്ലെ? എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാല്? ബ്രിട്ടീഷുകാരോട് യാതൊരു രീതിയിലും സഹകരിക്കാതിരിക്കുക എന്ന് തന്നെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെ? സ്വദേശി ഉൽപ്പന്നങ്ങളെ പരിപോഷിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങളും വിദേശ സാധനങ്ങളും ഒക്കെ ബഹിഷ്കരിക്കുക തുടങ്ങിയ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, തീരുമാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഗാന്ധിജിയുടെ വൻ ഒരു ദേശീയ പ്രക്ഷോഭം, വൻ മുന്നേറ്റമുണ്ടായ ഒരു ദേശീയ പ്രക്ഷോഭമായിരുന്നു ഏത്? നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1920 കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്തത്, അപ്പൊ ദേശീയ സമരമല്ല ചോദിച്ചത്, ദേശീയ പ്രക്ഷോഭമാണ്. അതാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്തത്, ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയിലെ ഒരു ദേശീയ നേതാവ് അതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക്. ആരാണ് ആ വ്യക്തി? അല്ലെ? അതായത് ഉപ്പ് സത്യാഗ്രഹ സമയത്ത് 1930-കളില് ഉപ്പ് സത്യാഗ്രഹം നടന്ന സമയത്ത് ഒരു വ്യക്തി, ഒരു മഹാനായ വ്യക്തി പറഞ്ഞ വാചകങ്ങളാണിത്. ആരാണിത്? അല്ലെ? ഉപ്പ് പെട്ടെന്ന് എന്തായി മാറി? ഒരു നിഗൂഢമായ വാക്കായി മാറി, ശക്തിയുടെ വാക്ക്. ആരുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ജവഹർലാൽ നെഹ്റു. ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഇത്. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ഓക്കെ, 1931-ലും 32 അല്ലെ? 1930, 31, 32-ലാണ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് അല്ലെ? ആ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ആണ്, BR അംബേദ്കർ അല്ലെ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ്, ഭരണഘടനയുടെ ശില്പിയാണ് അദ്ദേഹം. BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി അല്ലെ? അടുത്ത ചോദ്യം, അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, കുറെ തവണ ആവർത്തിച്ച ചോദ്യമാണ്. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അയിത്തോച്ചാടനം, അയിത്ത നിരോധനം. ഓക്കെ, ഏതാണ് ശരി ഉത്തരം? 1955-ലാണ് അയിത്ത നിരോധനം അല്ലെ? നമ്മുടെ സമൂഹത്തിന്റെ അധപ്പതത്തിന് കാരണമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കണ്ടുകൂടായ്മയും അങ്ങനെയുള്ള അനാചാരങ്ങളെ എല്ലാം അടിമുടി ഇല്ലാതാക്കിക്കൊണ്ടുള്ള നിയമമായിരുന്നു അയിത്ത നിരോധന നിയമം അല്ലെ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടതാണ്? അയിത്ത നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോട് കൂടിയിട്ട് പാസാക്കിയ ആദ്യത്തെ അവകാശം കൂടിയായിരുന്നു ഈ പറയുന്ന അയിത്തോച്ചാടനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മറക്കില്ലാലോ. അടുത്ത ചോദ്യം, അടുത്തത്, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
ശ്രദ്ധിക്കണേ, മുന്നേറ്റവുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് കേരളവുമായിട്ട്? ഓക്കെ, കുറെ പേര് ശരി ഉത്തരാണ് പറഞ്ഞത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, വേലുത്തമ്പി കലാപം അല്ലെ. വേലുത്തമ്പി ദളവ നടത്തിയ ഒരു കലാപമായിരുന്നു അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ടതാണ് 1809 കുണ്ടറ വിളംബരം അല്ലെ. കുണ്ടറ പ്രൊക്ലമേഷന്റെ ഇയറും കുണ്ടറ വിളംബരം ഒക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സ്ഥിരം ഭാഗങ്ങളാണ്. അടുത്തത്, വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ഇതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇതില് ബ്രിട്ടീഷുകാരൻ? ഏത് ബ്രിട്ടീഷുകാരനാണ്, ഏത് ബ്രിട്ടീഷ് സൈന്യാധിപനാണ് വേലുത്തമ്പിയെ പരാജയപ്പെടുത്തിയത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കേണൽ ലീഗർ ആണ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. ഓക്കെ, 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ആരാണ്? ഓക്കെ, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി, ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകൻ, ഇത്രയും ഹിന്ദി വെച്ച് പറയൂ, ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതില് ശരി ഉത്തരായിട്ട് വരുന്നത്.